ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് സത്യത്തിൽ ഹർഷ ഇത് കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ബേബിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ടപ്പോൾ, നമ്മുടെ സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഈ CJP സമരം കഴിഞ്ഞന്ന് രാത്രി ഞാൻ പിറ്റേന്നാണ് കണ്ടത്, അദ്ദേഹം ബേബിയെയും മറ്റുമൊക്കെ വലിയ തോതിൽ പരിഹസിക്കുന്നത് എട്ടുകാലി മമ്മൂഞ്ഞെന്ന് വിളിച്ചത്. എട്ടുകാലി മമ്മൂഞ്ഞാണ്, ഇവർക്കിതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഇവരെന്തിനാണ് ഇതിൻ്റെ ഒരു നേതൃത്വമൊക്കെ വന്ന് അവകാശപ്പെടുന്നത് എന്ന മട്ടിൽ അദ്ദേഹം പരിഹസിക്കുന്നതൊക്കെ കേട്ടത് നമ്മൾ കേട്ടല്ലോ, അതെല്ലാവരും കേട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അറിവും പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അല്ല ഈ ഡൽഹി പോലീസിനും അവർക്ക് പിന്നിലുള്ള ആളുകൾക്കും ഈ RSSന് തന്നെയും രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പിന്നിലെ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയായ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ RSSന് തന്നെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഒന്ന്, ഓർഗനൈസറുടെ ലേഖനത്തിൽ ഈ CJP പ്രൊട്ടസ്റ്റിൻ്റെ ടോട്ടൽ കുറ്റവാളികളായിട്ട് കുറ്റപ്പെടുന്നത് ഈ CPM-മാരെ SFI-ക്കാരെയാണ്. ഇവരുടെ ഫോട്ടോ, ഈ ഐഷേ ഘോഷിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ആ ലേഖനം അടിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ CJP-യുടെ ഏതെങ്കിലും നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് പോയിരിക്കുന്നത് ഈ SFI-കാരിയായിട്ടുള്ള 30 വയസ്സുള്ള ആ ഒരു യുവ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. ആളും മനുഷ്യനും ഇല്ലാത്ത, അതായത് നമ്മുടെ തന്നെ അറിവിൽ എത്രയോ MP-മാരുണ്ടായിരുന്നൊരു കാലം CPM-നും CPI-ക്കും ഒക്കെ ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ അത്രയ്ക്കൊന്നും ശക്തിയില്ലാത്ത ഈ പാർട്ടി ഓഫീസിലേക്കാണ് സത്യത്തിൽ ഇവർ കയറി ചെന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണ് CJP പ്രൊട്ടസ്റ്റ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും സുപ്രധാനമായ പ്രൊട്ടസ്റ്റിൽ CPM-നും അവരുടെ സംഘടനകൾക്കുള്ള പങ്ക് എന്നത് സംബന്ധിച്ച് സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. അത് എട്ടുകാലി മമ്മൂഞ്ഞായതുകൊണ്ടല്ല, അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികളെന്നത് മറ്റെല്ലാവരും തിരിച്ചറിയുന്നു എന്നൊരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഇതിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് നമ്മൾ CJP സമരക്കാർ മനസ്സിലാക്കുന്നുണ്ടാകുന്ന ഒരു കാര്യം, CJP പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ വാഗ്ദാന ലംഘനം നടത്തില്ല എന്ന് വിചാരിക്കുക. കാരണം വീണ്ടും ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് സൗരവ്ദാസ് പറഞ്ഞപ്പോൾ ഇല്ല, കേസുകളെല്ലാം പിൻവലിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു, അശ്വത്ഥാമാവെന്ന ആന എന്ന് പതുക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകില്ല എന്നാണ്. നാളെ സൗരവ്ദാസ് വാഹനം ഓടിച്ച് പോകുമ്പോൾ വല്ല സ്പീഡ് കൂടിയാലോ മറ്റുള്ള എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അഭിജിത് ദീപ്കെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. CJP പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കില്ല എന്ന വാക്ക് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ എന്നത് നാളെ പറയാൻ ഉതകുന്ന തരത്തിലൊരു സംഭവമാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് മറ്റേതോ ഒരു കേസിൽ, എത്രയോ വർഷമായിട്ട് എത്രയോ ഉള്ള ഒരു കേസിൽ ഇന്ന് ചെന്നിട്ട് ഐഷേ ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ജോൺ ബ്രിട്ടാസ് വളരെ ഷാർപ്പായിട്ട് ഈ ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഇങ്ങനെ യൂണിഫോം പോലും ഇല്ലാതെ, നെയിം ബാഡ്ജ് പോലും ഇല്ലാതെ കയറി വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പോയി. അവർ തിരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർ പ്രോപ്പറായിട്ട് അല്ല ഈ അറസ്റ്റ് നടപടികളിലേക്കോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നതെന്ന് വളരെ വ്യക്തമല്ലേ? അവർ നിയമം പാലിച്ചുകൊണ്ട് ഒരു നിയമലംഘനവും ഇല്ലാതെ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടാണ് വന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഈ കസ്റ്റഡിയിലെടുത്തിലേ പോകൂ. രാജ്യത്തെ നിയമങ്ങൾ CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും MP-മാർക്കാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും ഏത് പാർട്ടി ആസ്ഥാനത്താണെങ്കിലും ഒരുപോലെയല്ലേ? അപ്പോൾ നിയമലംഘനം നടന്നു, ശരിയാം വിധമല്ല അങ്ങോട്ട് പോയതെന്നത് സുവ്യക്തമായതുകൊണ്ടാണ് ഈ ആൾ തിരിച്ചങ്ങോട്ട് പോയത്. ഞാൻ വിചാരിക്കുന്നത് അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്തേക്ക്, കസ്റ്റഡിയിലെടുത്തേക്ക് ഐഷേ ഘോഷിനെ എന്നീ പോലീസുകാരോട് പറയുകയും ഇത് നിസ്സാരം എന്ന മട്ടിൽ അവരപ്പുറത്ത് നിന്ന് ഉടുത്ത ഡ്രസ്സാലെ നേരെ പോയിട്ട് ഇങ്ങോട്ട് തന്നേക്ക്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു പ്രതിഷേധം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ നെയിം ബാഡ്ജ് വെക്കാതെ പോലീസ് ആക്ഷനിൽ ഏർപ്പെട്ടു എന്നത് ഇത്രയും വലിയ രൂക്ഷമായുള്ള വിമർശനത്തിന് കാരണമായിട്ടും അത് ഈ പറയുന്ന തരത്തിൽ വലിയ തോതിൽ ചർച്ചകളിലും മറ്റും വന്നിട്ടും സുപ്രീം കോടതിയുടെ മുമ്പാകെ പോലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ഈ ഡൽഹി പോലീസ് ഇതാണ് ചെയ്യുന്നത്. ഈ ഡൽഹി പോലീസ് ഈ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നത് അവർക്ക് പിന്നിലുള്ള ആളുകൾ അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഡൽഹി പോലീസിൻ്റെ പ്രമാദമായ മറ്റൊരു സംഭവം നമ്മുടെ മുമ്പിൽ ഇടതുപക്ഷ കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹർഷ, അതായത് പ്രബീർ പുരകായസ്ഥ, ലെഫ്റ്റ് ക്ലിക്കിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തെ ചൈന ബന്ധം, ഇതേ സംഭവമായിരുന്നു. ചൈന ബന്ധം, ചൈനക്കാരനാണ്, ചൈനയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ 1 വർഷത്തോളം ജയിലിൽ കൊണ്ടുപോയിട്ടു. 1 വർഷത്തോളം സുപ്രീം കോടതി അതെടുത്ത് താഴെയിട്ടു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുള്ള നിയമലംഘനമാണ്, ഗ്രോസ് വയലേഷനാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുടേത് എന്ന് അങ്ങനെ തന്നെ കോടതി എഴുതി വെച്ചു ആ ഉത്തരവിൽ. അതായത് ഇത് മാനുഷികമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണ്, അങ്ങേയറ്റം ഇല്ലീഗലാണ് എന്ന്, ഇല്ലീഗലെന്നും ഗ്രോസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്നും കൂടെ എഴുതിയിട്ടാണ് ആ ഉത്തരവ് കോടതി പുറത്തേക്ക് വിട്ടത് പ്രബീർ പുരകായസ്ഥയോട്. പ്രബീർ പുരകായസ്ഥ ഇതുപോലെ 1 വർഷം അദ്ദേഹത്തിൻ്റേത് അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റി. എന്നിട്ട് അത് സംഭവിച്ചതിന് ശേഷമാണ് ഈ ഡൽഹിയിൽ ഈ പോലീസ് ഇന്ന് വീണ്ടും ഇത് ചെയ്യുന്നത്. അതായത് രാജ്യ തലസ്ഥാനത്തിൻ്റെ
പോലീസ് എന്നത് രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. ഡൽഹി ഒരു സംസ്ഥാനമായിട്ടോ അല്ലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണല്ലോ നിൽക്കുന്നത്. അവിടുത്തെ പോലീസ് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണ്, എന്ന് വെച്ചാൽ BJP സർക്കാരിൻ്റെ കൈവശമാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൈവശമാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ നാട്ടിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ വെടിവെപ്പ്, അതുപോലെ നമ്മൾ അടുത്ത വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വെടിവെപ്പ്, ഈ പറയുന്ന പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗം, AK-47 ഉപയോഗം, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഡൽഹി പോലീസിന് ആരാണ് അനുമതി കൊടുക്കാതെ ചെയ്യാൻ പറ്റില്ല ഡൽഹി പോലീസിന്. അത് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെയൊരു കാര്യം ഇല്ലീഗലായിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് ഇന്നിപ്പോൾ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ അവരും CPM-കാരും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഐഷേ ഘോഷും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ജോൺ ബ്രിട്ടാസും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇന്ന് രാത്രി ഒരുപക്ഷെ വന്ന് കസ്റ്റഡി എടുക്കാനുള്ള യൂണിഫോം ഇട്ടിട്ട് നെയിം ബാഡ്ജും വെച്ചിട്ട് 2 പേപ്പറൊക്കെ എടുത്തിട്ട് വന്ന് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാത്ത ആളുകളായിരിക്കില്ല അവർ. പ്രബീർ പുരകായസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നയാളാണ്. ഇതേപോലെ ഒരു സമഗ്രാധിപത്യ സംവിധാനം ഉണ്ടായിരുന്ന കാലത്ത് ഈ പറയുന്ന തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. എന്ന് വെച്ചാൽ കാരണമില്ലാതെ ജയിലിൽ കൊണ്ടുപോയി ഇടേണ്ടി വന്ന ആളാണ് പ്രബീർ പുരകായസ്ഥ. അദ്ദേഹം ആ അടിയന്തരാവസ്ഥയെ എതിർത്തിയ ആളുകളാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ BJPയും ഒക്കെ ആ കാലത്ത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ പ്രബീർ പുരകായസ്ഥയോട് ഇതുപോലെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുവിടുകയും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നല്ല ചീത്ത വിളിച്ചിട്ട്, അതായത് അഗ്രസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കോടതി ഡൽഹി പോലീസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാണ്. ഇപ്പോൾ വീണ്ടും ഇവരിത് ചെയ്തിരിക്കുകയാണ്. ഇത് SFI-കാരോട് എന്തുകൊണ്ട് SFI-കാരോടെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഉത്തരവുണ്ട്. അതായത് ഇപ്പോൾ അവർ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒരു അല്പം സന്തോഷത്തോടെയാണ് ഇതിനെ കാണുന്നത്. കാരണം ഇവരാണ് ചൈനാചാരന്മാരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് അവർക്ക് പ്രചരിപ്പിക്കാനുള്ളൊരു ഇടം കിട്ടും. മറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്തിനെ പോലെ ഇക്കാര്യങ്ങൾ CPM-ന് അത്ര രാഷ്ട്രീയ ശേഷിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊരു സങ്കടം ഉണ്ടാകുമെങ്കിലും ഈ അഭിജിത്ത് ദീപ്കയും അശുതോഷ് റാങ്കയും പിന്നെ പോലുള്ള ആളുകൾ, പിന്നെ സൗരവ് ദാസും പോലുള്ള ആളുകൾ, ഇടതുപക്ഷ സംഘടനകൾ SFI-യും AISF-ഉമാണ് ഇതിന് വേണ്ട പിന്തുണ മാത്രമല്ല ഗൈഡൻസ് കൂടെ തന്നതെന്നാണ്. അശുതോഷ് റാങ്കയുടെ ഈ CJP പ്രൊട്ടസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ട്വീറ്റിൽ നന്ദി പറയുന്ന 2 സംഘടനകൾക്കാണ്, SFI-ക്കും AISF-നുമാണ്. ICIM അതിനകത്തില്ല, കോൺഗ്രസ് പാർട്ടി അതിനകത്തില്ല. SFI-ക്കും AISF-നും അദ്ദേഹം പറയുന്ന ഈ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ട്വീറ്റിൽ അശുതോഷ് റാങ്ക എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രിമാർക്കൊപ്പം ഈ ചർച്ചയിലിരുന്ന് നമ്മൾ കണ്ട 2 പേരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം, എന്ന് വെച്ചാൽ ഈ CJP നേതൃത്വത്തിൻ്റെ നമ്പർ 2 നമ്പർ 1 ആയിട്ടുള്ള ആൾ പറഞ്ഞിരിക്കുന്നത് SFI-യും AISF-ഉം അവർ പിന്തുണച്ചു എന്ന് മാത്രമല്ല അവർ ഗൈഡൻസ് തന്നു എന്നുകൂടി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിനെ വളരെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവത്വത്തിൻ്റെ ആകപ്പാട് ആവശ്യമായിരുന്ന ഈ സമീപകാലത്ത് 10-12 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് വിജയിച്ച ഒരു സമ്പൂർണ്ണമായിട്ട് വിജയിച്ച ഈ കേന്ദ്ര സർക്കാരിനെ അടിപിടി പിടിച്ചു കുലുക്കിയ ഈ സമരത്തിൻ്റെ പിന്നിൽ ആ ഗൈഡൻസ് ആയിട്ട് നിന്നത് SFI-യും AISF-ഉം ആണെന്ന് ഇവർ തന്നെയും CJP-ക്കാർ തന്നെയും പറയുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അക്കാര്യത്തിൽ നല്ല ധാരണയുണ്ട്, ഇവരാണ് കുഴപ്പക്കാർ. ഇവരെ ഇത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, 12 വർഷം അല്ലെങ്കിൽ 13-14 വർഷം പരാജയമേ ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചിടങ്ങളിൽ പോലും അവർ വഴിയിലൂടെയും സാമ്പത്തികമായിട്ടും മറ്റുള്ള അധികാര കരുത്തുകൊണ്ട് അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് എപ്പോഴും വിജയിക്കുക മാത്രം 10-12 വർഷക്കാലം 10-12 വർഷക്കാലത്തിന് മുമ്പാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഈ ടീമിന് അങ്ങേയറ്റം രോഷം ഈ സമരം നടത്തിയ ആളുകളോടുണ്ട്. സ്വാഭാവികമായിട്ടും ഐഷേ ഘോഷ് അടക്കമുള്ള ആളുകളെ അവർ അറസ്റ്റ് ചെയ്യാനും മറ്റും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി ചിരിച്ചുകൊണ്ടാണ് ഇവരെ നേരിട്ടത്. നമ്മളത് അടുത്ത വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ജോൺ ബ്രിട്ടാസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കാൻ. അപ്പോൾ മുൻഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള സമ്പൂർണ്ണ വിജയത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരല്ല, കേന്ദ്ര സർക്കാരല്ല. അതിൻ്റെ രോഷവും അവരുടെ ഉള്ളിൽ തിളക്കുകയാണ്. അതായത് അവരുടെ ആളുകൾക്കകത്ത് അവരുടെ ആളുകൾക്കൊരു മെസ്സേജ് അവർക്ക് കൊടുത്തേ പറ്റൂ. അതായത് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇവരെ അടിച്ചമർത്തി കൊള്ളാമെന്ന് അവരുടെ ആളുകൾക്കൊരു മെസ്സേജ് കൊടുത്തേ പറ്റൂ. പിന്നെ ഇവർക്കെതിരെ ശക്തിയായിട്ട് നടപടിയെടുക്കൂ. ഇപ്പോൾ ഇന്നലെ TG മോഹൻദാസിനെ പോലെ അത്ര വൃത്തികെട്ട വർത്തമാനം പറയുന്നില്ലെങ്കിലും ആളുകളുടെ ഉള്ളിൽ ഇത് നല്ല അടിവെച്ച് കൊടുക്കണം എന്നൊരു തോന്നലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേ പറ്റൂ ഈ കേന്ദ്ര സർക്കാരിന്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ SFI എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ പിന്നിൽ ഇപ്പോൾ CJP-ക്കാർ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ഇത് SFI-ക്കാർക്കെതിരെയുള്ള ഈ നടപടിയെ വളരെ ശക്തമായിട്ടായിരിക്കും ആളുകൾ ഇതെടുക്കുക. ഇതിനകത്ത് ഐഷേ ഘോഷിനെ എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചാൽ അവർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു എന്ന് മാത്രമല്ല ഹർഷ, ഉത്തർപ്രദേശിൽ ജുനൈദ് ഖാൻ എന്ന് പറയുന്ന ഒരു യുവാവിനെതിരെ അവർ ഉത്തർപ്രദേശ് സർക്കാർ അതികർക്കശമായുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാദ്യം വോക്കലി വളരെ ശക്തമായിട്ട് വന്ന് ഇപ്പോഴും വീഡിയോയോട് കിടക്കുകയാണ്. വന്ന് സംസാരിച്ച ആൾ ഐഷേ ഘോഷാണ്. ഐഷേ ഘോഷിൻ്റെ ഫോട്ടോ നമ്മൾ നോക്കുമ്പോൾ കൈയെല്ലാം അടികൊണ്ട് പൊട്ടിയിട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് നമ്മൾ കാണുക. അപ്പോൾ അവർക്കിത് ചെറിയ കാര്യം, പുതിയ കാര്യമല്ല. പക്ഷേ എങ്കിലും
ഇത് നേരത്തെ നമ്മൾ ഇന്നലെ അത് പറഞ്ഞാണ്, ഇങ്ങനെ തന്നെയാണ് സർക്കാർ പോകുന്നതെങ്കിൽ, അതായത് ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേൽ വിജയം നേടും, അടിച്ചാണെങ്കിൽ അടിച്ച്, നിയമലംഘനം നടത്തി ബാഡ്ജ് അണിയാതെ സാധാരണ ഒരു ഉടുപ്പാലെ അങ്ങ് വന്നിട്ട് നിങ്ങൾ ആ കസ്റ്റഡിയിലെടുക്കുന്ന പോലുള്ള നിയമലംഘനങ്ങളാൽ അങ്ങനെ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ, നിലപാടെങ്കിൽ, അത് കുറെ കൂടെ ശക്തമായുള്ള സമരങ്ങളും മറ്റും നമ്മൾ കാണേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്.